ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ മോമോസ് തയ്യാറാക്കാം. ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഈ ചിക്കൻ മോമോസ് ആവിയിൽ തയ്യാറാക്കുന്നതാണ്. എണ്ണയില്ലാത്ത പലഹാരമായതുകൊണ്ട് നമുക്കൊരു ഹെൽത്തി സ്നാക്സായിട്ട് ഈ ചിക്കൻ മോമോസിനെ നമുക്ക് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് മൈദാപ്പൊടി ഇതുപോലെ ചപ്പാത്തിയുടെ പരുവത്തിന് നല്ലതുപോലെ കുഴച്ച് ഉരുളയാക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പൊടിയായി അരിഞ്ഞ സവാള, ഒരു സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നേരത്തെ ഒന്ന് വേവിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അല്പനേരം ഇതൊന്ന് അടച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് സവാള ഇതൊക്കെ ഒന്ന് വഴന്നു വരും. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത നല്ലൊരു പഴുത്ത തക്കാളി, അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അല്പനേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്താൽ മതി. ഉപ്പ് കൂടണ്ട. എന്നിട്ട് ഇത് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ചപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ അത് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അങ്ങ് പൊടിയുണ്ട്, ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതിൽ കുറച്ച് കൂടുതൽ വേണം. ചിക്കൻ മോമോസിൽ ചിക്കൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടുതലായിട്ട് നിൽക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇത്രയും കൂടി നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മോമോസിലേക്ക് ആവശ്യമായ ഫില്ലിങ്സ് തയ്യാറാവും. മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഒന്നെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമായ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. മൈദാപ്പൊടി ഇതുപോലെ നേരത്തെ തന്നെ നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിന് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ ഉരുളയായി എടുത്ത് ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ച് നല്ലതുപോലെ കനം കുറച്ച് ഇതൊന്ന് പരത്തിയെടുക്കണം. നല്ല കനം കുറച്ച് തന്നെ ഇത് നല്ലതുപോലെ പരത്തണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചിക്കൻ മോമോസ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഒന്ന് ഇതെല്ലാം കവർ ചെയ്തെടുക്കാം. നമ്മൾ കുഴക്കൊട്ടൊക്കെ തയ്യാറാക്കും പോലെ ഇതുപോലെ ചിക്കൻ മോമോസിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് ഇതെല്ലാം ആക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് എല്ലാം നമുക്കൊന്ന് പരത്തി അതിനകത്ത് ഫില്ലിങ്സ് വെച്ച് റെഡിയാക്കിയെടുക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മിക്കുള്ളവരും ചിക്കൻ മോമോസ് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിലും വളരെ എളുപ്പത്തിൽ ചിക്കൻ മോമോസ് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്കിത് വളരെ പ്രിയപ്പെട്ടതാണ്. ചിക്കൻ വെച്ചിട്ട് എന്ത് സാധനം കൊടുത്താലും മക്കളൊക്കെ വളരെ ഇഷ്ടമായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹൈപ്പ് എന്ന ഓപ്ഷനുണ്ട്, അതുകൂടി ചെയ്യണം. എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. ഇത് എണ്ണയിൽ പൊരിക്കുന്നതല്ലാത്തത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്കിതുപോലെ ഒരു ഇഡ്ഡലി തട്ടിൻ്റെ പാത്രത്തിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നമുക്കിതുപോലെ വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. വളരെ രുചികരമായിട്ടുള്ള
ചിക്കൻ മോമോസ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ മോമോസ് തയ്യാറായി. ഇത് കഴിക്കാൻ വളരെ രുചികരമാണ്. കഴിച്ചിട്ടുള്ളവർ അഭിപ്രായം പറയണം. കഴിക്കാത്തവർ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.